അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ദന്തൽ കോളേജ് പ്രിൻസിപ്പലിനോട് ദേശീയ ദന്തൽ കമ്മീഷൻ ആവശ്യപ്പെട്ടു. അതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പ്രതികളായ അധ്യാപകർ കോടതിയെ സമീപിച്ചു. നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയരായ അധ്യാപകരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്ന് എൻ ഷംസീർ ആവശ്യപ്പെട്ടു. അതേസമയം നിതിന്റെ ആത്മഹത്യയിൽ ലോൺ ആപ്പിനെതിരെ ചക്കരക്കൽ പോലീസ് കേസെടുത്തു. വളരെയധികം നിർഭാഗ്യമായ സംഭവമാണ് നിതിൻ രാജിന്റെ മരണം. അതിൽ ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് സ്പീക്കർ നിലയ്ക്ക് ഞാൻ ആവശ്യപ്പെടുന്നത്. അങ്ങേയറ്റം റേസിസ്റ്റ് പരാമർശം, അതോടൊപ്പം തന്നെ ജാത്യാധിക്ഷേപം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് നേരെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതൊന്നും ഒരു സിവിലൈസ്ഡ് സമൂഹത്തിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. അതോടൊപ്പം ഈ കേരളത്തിലെ അപൂർവം ക്യാമ്പസുകൾ മാത്രമാണ് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇതിനൊരു പോംവഴി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സജീവ സാന്നിധ്യം തന്നെയാണ്. SFI ആവട്ടെ, മറ്റിതര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാവട്ടെ, ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടന ഉണ്ടായാൽ മാത്രമേ അധ്യാപകന്മാരുടെ ഇത്തരം വിക്ടിമൈസേഷന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അഭിജിത്ത് മുഴക്കുന്ന നൽകും വിശദാംശങ്ങൾ. അഭിജിത്ത്, ഈ രണ്ടുപേരും എവിടെയെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമായിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ദന്തൽ കോളേജ് പ്രിൻസിപ്പലിനോട് ദേശീയ ദന്തൽ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അന്വേഷണത്തിൽ വരേണ്ടത്? ഒപ്പം ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വിവരം, അതിൽ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പ്രതികൾ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രുതി, അങ്ങനെ തന്നെയാണ്. സ്പീക്കർ എൻ ഷംസീർ സൂചിപ്പിച്ചതുപോലെ ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത കാര്യങ്ങളാണ് ഈ ദന്തൽ കോളേജിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി സംഭവിച്ചത്. അതിൽ ഇപ്പോൾ അവരുടെ രജിസ്ട്രേഷൻ, ഈ അധ്യാപകരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉയരുന്നു. അങ്ങനെ ഒരു കാര്യം കൂടി മുന്നോട്ട് വരികയാണ്. അതേസമയമാണ് ഇപ്പോൾ ഇതിൽ ഈ പ്രതികളായ രണ്ട് അധ്യാപകരും മുൻകൂർ ജാമ്യാപേക്ഷയുമായി തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അതിലെ കാര്യങ്ങൾ കൂടി, അതിലെ അവർ മുന്നോട്ട് വെച്ച വാദങ്ങൾ കൂടി ഏതായാലും പുറത്തു വരുന്നുണ്ട്. ഇരുവരും, അതായത് ഡോക്ടർ MK റാമും കൂടാതെ ഡോക്ടർ സംഗീതയും, ഇവർ രണ്ടുപേരും ഒന്നും രണ്ടും പ്രതികളാണ്. ഇവർ പറയുന്ന കാര്യം ഈ മരണത്തിൽ തങ്ങൾക്ക് യാതൊരുവിധ പങ്കുമില്ല എന്നുള്ളതാണ്. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് ഈ നിതിൻ രാജിന്റെ മരണത്തിന് ഇടയാക്കിയത് എന്നുള്ള കാര്യം കൂടി തങ്ങളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇവർ വാദിക്കുന്നുണ്ട്. അതിൽ സംഗീത എന്ന രണ്ടാം പ്രതിയുടെ വാദങ്ങൾ അതിങ്ങനെയാണ്: നിതിൻ രാജുമായി തനിക്ക് സൗഹാർദ്ദപരമായ ബന്ധമാണുള്ളത്. ഏതെങ്കിലും തരത്തിൽ താൻ ഇവരെ ഈ നിതിൻ രാജിനെ ജാതീയമായി അധിക്ഷേപിച്ചിട്ടില്ല. തനിക്ക് നിതിൻ രാജിന്റെ ജാതി എന്താണെന്ന് അറിയുകയുമില്ല. ഈ സംഭവം നടക്കുന്ന ഏപ്രിൽ 10 താൻ മംഗലാപുരത്തായിരുന്നുവെന്നും ഡോക്ടർ സംഗീത പറയുന്നുണ്ട്. ഏപ്രിൽ 8 താൻ മംഗലാപുരത്തേക്ക് പോയത്. അതിന്റെ ഈ റെയിൽവേ ടിക്കറ്റ് കൂടി, ട്രെയിൻ ടിക്കറ്റ് കൂടി സംഗീത കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ മരണത്തിന് തൊട്ടു മുൻപ് ആ പ്രിൻസിപ്പലുടെ ഓഫീസിൽ വെച്ച് നിതിൻ രാജിനെ വിളിക്കുന്നു. അവിടെ വെച്ച് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ് നിതിൻ രാജ് ഇറങ്ങിപ്പോയത്. അങ്ങനെ ഉണ്ടായ ഒരു മാനസിക വിഷമത്തിലാണ് നിതിൻ രാജിന്റെ ആത്മഹത്യ സംഭവിച്ചത് എന്നും ഈ ഡോക്ടർ റാമും കൂടാതെ സംഗീതയും നൽകിയ ജാമ്യാപേക്ഷയിൽ, മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് ചുരുക്കത്തിൽ തങ്ങൾക്ക് ഈ മരണവുമായി യാതൊരു പങ്കുമില്ല. അതേസമയം ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്ന കാര്യമാണ് ആവർത്തിച്ച് ഈ രണ്ട് പ്രതികളും കോടതിയെ ബോധ്യപ്പെടുത്താനായി ശ്രമിക്കുന്നത്. അതിനാൽ തങ്ങളെ അറസ്റ്റ് ചെയ്യരുത്, തങ്ങൾക്ക് മുൻകൂർ ജാമ്യം നൽകണം എന്നുള്ള കാര്യം കൂടി കോടതിയെ ഈ രണ്ട് പ്രതികളും ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കോടതി എന്താണ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ട് വകുപ്പുകൾ, ഗുരുതരമായ വകുപ്പുകൾ തന്നെ ഈ രണ്ട് പ്രതികൾക്കുമെതിരെ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റവും മറ്റൊന്ന് SC/ST വകുപ്പുമാണ്. അതിനാൽ തന്നെ എന്തുകൊണ്ട് ഇവരുടെ അറസ്റ്റ് വൈകുന്നു എന്നുള്ള ചോദ്യം അത് പോലീസിന് മുൻപിലുണ്ട്. പൊതുസമൂഹം അത് തന്നെയാണ് ചോദിക്കുന്നത്. നിരവധി സംഘടനകളുടെ പ്രതിഷേധവും ഇന്ന് കോളേജിന് മുന്നിൽ അരങ്ങേറിയിരുന്നു. ഇവരും ആവർത്തിച്ച് ചോദിക്കുന്നത് ഇവർക്ക് രക്ഷപ്പെടാൻ, പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുത് അത് പോലീസ് ഒരുക്കി കൊടുക്കുകയാണോ എന്നുള്ളതാണ്. കൂടാതെ ശ്രുതി ചോദിച്ചതുപോലെ തന്നെ നാഷണൽ ദന്തൽ കമ്മീഷന്റെ ഒരു റിപ്പോർട്ട് തേടിക്കൊണ്ടുള്ള ഒരു കാര്യം കൂടി, ഒരു ആവശ്യം കൂടി ഇപ്പോൾ ഈ ദന്തൽ കോളേജ് പ്രിൻസിപ്പലുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ABVP സംസ്ഥാന സെക്രട്ടറി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി ഇക്കാര്യം അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ഏതായാലും ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിലവിൽ ഏതായാലും ഇവിടെ ആരോഗ്യ സർവകലാശാലയുടെ ഒരു തെളിവെടുപ്പ് പുരോഗമിക്കുന്നുണ്ട്. അവിടെ ഈ മൊഴിയെടുപ്പൊക്കെയാണ് ആരോഗ്യ സർവകലാശാലയുടെ ഭാഗത്ത് പുരോഗമിക്കുന്നത്. രാവിലെ ഏതാണ്ട് 9 മണി സമയത്ത് ആരംഭിച്ച മൊഴിയെടുപ്പാണ്, തെളിവെടുപ്പാണ്. ഇപ്പോഴും അത് പുരോഗമിക്കുകയും കൂടി ചെയ്യുകയാണ്. ശരി, ദേശീയ ദന്തൽ കമ്മീഷൻ എന്തായാലും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഒപ്പം ഈ ഡോക്ടർ സംഗീത നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിവരങ്ങൾ കൂടിയാണ് പുറത്തു വന്നത്. അതിൽ പറയുന്നത് നിതിൻ രാജുമായി സൗഹാർദ്ദപരമായിട്ട് ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നും ഈ മരണം നടന്ന ദിവസം എന്ന് പറഞ്ഞ ഏപ്രിൽ 10 താൻ കോളേജിൽ ഉണ്ടായിരുന്നില്ല. അതിന് തെളിവായിട്ടുള്ള ടിക്കറ്റ് അടക്കം, റെയിൽവേ ടിക്കറ്റ് അടക്കം തന്റെ കയ്യിലുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഡോക്ടർ സംഗീത പറയുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.